കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ലിയോ മാർപ്പാപ്പയുടെ ഫെബ്രുവരിയിലെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു. കമ്മീഷൻ ഫോർ റിസർവ്ഡ് മാറ്റേഴ്സ് അംഗമായി സിസ്റ്റർ റാഫേലയെ മാർപ്പാപ്പ നിയമിച്ചു. സമർപ്പിതരുടെ ആഗോള ദിനത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച് മാർപ്പാപ്പ സന്ദേശം നൽകി. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ തിരുനാൾ ഒക്ടോബർ 9. ക്രിസ്ത്യൻ സ്ഥാപക ഡയറക്ടർ PV മേരിക്കുട്ടിക്ക് CBCIയുടെ ആദരവ്. വാർത്തകൾ വിശദമായി. ലിയോ മാർപ്പാപ്പയുടെ ഫെബ്രുവരിയിലെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു. ഫെബ്രുവരിയിൽ ലിയോ 14 പാപ്പ പ്രാർത്ഥിക്കുന്ന പ്രത്യേക വിഷയവിവരം പുറത്തുവിട്ടു. ഒരിക്കലും ഭേദപ്പെടാത്ത അസുഖങ്ങളുമായി വേദന തിന്നു ജീവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയായിരിക്കും പാപ്പയുടെ ഈ മാസത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം. പോപ്സ് വേൾഡ് വൈഡ് പ്രെയർ നെറ്റ്വർക്ക് വെബ്സൈറ്റ് റിലീസ് ചെയ്ത വീഡിയോയിലാണ് ഇക്കാര്യമുള്ളത്. കമ്മീഷൻ ഫോർ റിസർവ്ഡ് മാറ്റേഴ്സ് അംഗമായി സിസ്റ്റർ റാഫേലയെ മാർപ്പാപ്പ നിയമിച്ചു. സിസ്റ്റർ റാഫേല പെട്രീനിയെ കമ്മീഷൻ ഫോർ റിസർവ്ഡ് മാറ്റേഴ്സ് അംഗമായി ലിയോ 14 പാപ്പ നിയമിച്ചു. 2020 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത്. കമ്മീഷനിൽ അംഗമായ ആദ്യ വനിതയാണ് സിസ്റ്റർ റാഫേല. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദി യൂക്കറിസ്റ്റിസ് സഭാംഗമായ സിസ്റ്റർ മികച്ചൊരു ഇക്കണോമിസ്റ്റാണ്. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ സെൻസിറ്റീവായ കരാറുകളുടെ നിയന്ത്രണത്തിലും വിഹിതത്തിലും മുഖ്യ പങ്കുവഹിക്കുകയും വത്തിക്കാന്റെ സാമ്പത്തിക ഉടമ്പടികളിലും മറ്റ് രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കുന്ന മേഖലകളിലും വലിയ ഉത്തരവാദിത്തമുള്ള കമ്മീഷനും കൂടിയാണ് ഇത്. പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ മുഖ്യ പദവികളിൽ സ്ത്രീകൾക്ക് ഇതോടെ കൂടുതൽ പ്രാതിനിധ്യം കൈവന്നിരിക്കുകയാണ്. സമർപ്പിതരുടെ ആഗോള ദിനത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച് മാർപ്പാപ്പ സന്ദേശം നൽകി. വിശ്വാസവും ജീവിതവും അകന്നു നിൽക്കുന്നതായി തോന്നുന്ന ഈ ലോകത്തിൽ ദൈവം എല്ലാ ജനങ്ങൾക്കും രക്ഷയായി ചരിത്രത്തിൽ ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്താൻ സമർപ്പിതർ വിളിക്കപ്പെട്ടിരിക്കുന്നു. ചെറുപ്പക്കാരും പ്രായമായവരും ദരിദ്രരും രോഗികളും തടവിലാക്കപ്പെട്ടവരുമായ എല്ലാവർക്കും കർത്താവിന്റെ ബലിപീഠത്തിലും അവിടുത്തെ ഹൃദയത്തിലും സ്ഥാനമുണ്ടെന്ന് തിരിച്ചറിയാൻ സമർപ്പിതരുടെ ലക്ഷ്യം സഹായകരമാകട്ടെ, പാപ്പ ആശംസിച്ചു. 30ാമത് ആഗോള സമർപ്പിത ദിനം ഫെബ്രുവരി 2 ആചരിച്ചത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ 5500-ലേറെ സമർപ്പിതർ പങ്കെടുത്തു. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ തിരുനാൾ ഒക്ടോബർ 9. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ ഓർമ്മ ജനറൽ റോമൻ കലണ്ടറിൽ ചേർത്തുകൊണ്ട് ഒക്ടോബർ 9 വിശുദ്ധന്റെ തിരുനാൾ ആചരിക്കാൻ വത്തിക്കാൻ തീരുമാനിച്ചു. ഫെബ്രുവരി 3 ഡിക്കാസ്റ്ററി ഫോർ ഡിവൈൻ വർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ദി സാക്രമെന്റ്സ് ആണ് ഡിക്രി പുറത്തിറക്കിയത്. ഇതോടെ വിശുദ്ധ ഫിലിപ്പ് നേരിയുടെയും ഇംഗ്ലണ്ടിലെയും വെൽസിയിലെയും ഓറട്ടറിയുടെയും കലണ്ടറുകളിൽ മാത്രം ആചരിച്ചിരുന്ന ന്യൂമാന്റെ തിരുനാൾ ഇനി സാർവത്രിക സഭയിലുടനീളം ആഘോഷിക്കാൻ കഴിയും. ക്രിസ്ത്യൻ സ്ഥാപക ഡയറക്ടർ PV മേരിക്കുട്ടിക്ക് CBCIയുടെ ആദരവ്. ക്രിസ്ത്യൻ സ്ഥാപക ഡയറക്ടർ PV മേരിക്കുട്ടിക്ക് CBCIയുടെ ആദരവ്. ഫെബ്രുവരി 9 ബാംഗ്ലൂർ സെന്റ് ജോൺസ് അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസിൽ നടക്കുന്ന CBCIയുടെ സമ്മേളനത്തിൽ വെച്ച് ആദരവ് ഏറ്റുവാങ്ങും. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്തകളും വിശേഷങ്ങളുമായി ഇനി ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.